പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്ത് കാക്കത്തൊള്ളായിരം സംഘടനകളുണ്ട്. ഉണ്ടായ കാലം തൊട്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലെല്ലാം നാം ഇടപെടുന്നുമുണ്ട്. വോട്ടിങ്ങിനായി നാം ശബ്ദമുയർത്തി, അത് അനുവദിക്കപ്പെട്ടു. എന്നാൽ നാട്ടിലെത്താൻ സാധിക്കാത്ത പ്രവാസികൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഓൺലൈൻ വോട്ടിംഗ് അനുവദിക്കണം എന്ന പ്രധാന ആവശ്യമാണ് ഇപ്പോൾ ശബ്ദമുയർത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ നിരാഹാരമനുഷ്ഠിക്കുന്ന ഗ്ലോബൽ ഇന്ത്യ ഫോറത്തിൻ്റെ രാജീവ് ജോസഫിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ പ്രവാസ ലോകം ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രവാസ ലോകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിതാക്കത്ത് മൂലം ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ പോകുന്ന കൊല്ലം ഓയൂർ സ്വദേശി നസീർ ഖാന് ജിസാൻ പ്രവാസി കോഓർഡിനേറ്റർ കമ്മിറ്റി എയർ ടിക്കറ്റ് നൽകി. ഒരു വർഷം മുൻപാണ് വീട്ടു ഡ്രൈവർ വിസയിൽ നാട്ടിൽ നിന്നും അബൂ റുഷിൽ എത്തിയത്. ഇയാൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനം സ്പോൺസർഷിപ്പ് മാറ്റാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇക്കാമയും പാസ്പോർട്ടും 6 മാസം മുമ്പ് വാങ്ങിയെങ്കിലും നിതാക്കത്ത് ഇളവ് കാലാവധി തീർന്ന ശേഷം തിരികെ നൽകുകയായിരുന്നു. ജോലിയിൽ തുടരുന്നതിനോ നാട്ടിൽ പോകുന്നതിനോ കഴിയാതെ ദുരിതത്തിലായിരുന്ന നസീർ ഖാന് പ്രവാസി കോഓർഡിനേറ്റർ കമ്മിറ്റി ഭാരവാഹികൾ ഇടപെട്ട് സ്പോൺസറുമായി ബന്ധപ്പെട്ടാണ് നാട്ടിൽ പോകാൻ വഴിയൊരുക്കിയത്. നോർക്കയുടെ സൗജന്യ വിമാന ടിക്കറ്റിന് നസീർ അപേക്ഷിച്ചിരുന്നുവെങ്കിലും സമയപരിധി കഴിഞ്ഞതിനാൽ അതും ലഭിച്ചില്ല. ജിസാനിൽ നടന്ന ചടങ്ങിൽ കമ്മിറ്റി ചെയർമാൻ ഹാരിസ് കലായി എയർ ടിക്കറ്റ് നസീറിന് കൈമാറി. സലീം ആറ്റിങ്ങൽ, ഡോക്ടർ മുബാറക് സാനി, എം താഹ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നിതാക്കത്ത് നിയമത്തിന്റെ ഭാഗമായി 18 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി ബാബുവിന് നവോദയ കോബാർ ഘടകത്തിന് കീഴിലുള്ള സിൽവർ ടവർ യൂണിറ്റ് യാത്രയയപ്പ് നൽകി. കഴിഞ്ഞ 18 വർഷമായി ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ബാബു നവോദയ സിൽവർ ടവർ യൂണിറ്റ് ട്രഷറർ, അക്രബിയ മേഖലാ കമ്മിറ്റി അംഗം എന്നിവയായി പ്രവർത്തിക്കുന്നു. നവോദയയുടെ കാരുണ്യഹസ്തം പദ്ധതിയുടെ ഭാഗമായി നവോദയ കോബാർ സാമൂഹ്യക്ഷേമ വിഭാഗമാണ് യാത്രയ്ക്കുള്ള വിമാന ടിക്കറ്റ് നൽകിയത്. സിൽവർ ടവർ യൂണിറ്റ് പ്രസിഡന്റ് ഷാജി പാലോഡ് യൂണിറ്റിന്റെ പാരിതോഷികം ബാബുവിന് കൈമാറി. നവോദയ കോബാർ ഏരിയ സെക്രട്ടറി റഹീം മടത്തറ, കേന്ദ്ര കമ്മിറ്റി അംഗം സുധാകരൻ കായംകുളം, ഏരിയ ട്രഷറർ ത്യാഗരാജൻ കൊല്ലം, യൂണിറ്റ് സെക്രട്ടറി നസൂമുദ്ദീൻ, അക്രബിയ മേഖലാ നേതാക്കളായ വിജയ്കുമാർ, സലീം, ലിജോ എന്നിവർ പങ്കെടുത്തു. ഷാജി പാലാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി സ്വാഗതവും ബാബു നന്ദിയും പ്രകാശിപ്പിച്ചു. കുവൈറ്റിലെ ഒരു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനും കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈറ്റ് അബു ഖലീഫ സി യൂണിറ്റ് അംഗവുമായിരുന്ന കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ തങ്കച്ചൻ യോഹന്നാന്റെ കുടുംബത്തെ സഹായിക്കാൻ കലാ കുവൈറ്റ് പ്രവർത്തകർ സ്വരൂപിച്ച കുടുംബസഹായ നിധി 1,40,000 രൂപ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ഭാര്യയ്ക്കും മക്കൾക്കും കുവൈറ്റ് കലാ ട്രസ്റ്റ് മുൻ ട്രഷറർ എസ് രാജേന്ദ്രൻ കൈമാറി. കുവൈറ്റ് കലാ ട്രസ്റ്റ് സെക്രട്ടറി മധു ഇളമാട്, CPM നേതാക്കളായ ജോൺസൺ, കുര്യൻ, PV ഡാനിയൽ, അശോകൻ, സത്യൻ എന്നിവരും സംബന്ധിച്ചു. കലാ കുവൈറ്റിന്റെ ആദ്യഘട്ട സഹായമായ ക്ഷേമനിധി തുക 1 ലക്ഷം രൂപ ഒക്ടോബർ മാസം ആയിഷ പോറ്റി MLA കുടുംബത്തിന് നൽകിയിരുന്നു.